വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കോഫി ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കോഫി ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാനത് ഗോതമ്പ് പൊടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പാൽ കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ നെസ്കഫേഡിയാണ് കോഫി പൗഡർ എടുത്തേക്കുന്നത്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കോഫി പൗഡറും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ മിക്സ് ചെയ്തതെല്ലാം കൂടി നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പാലെല്ലാം ഇതിലേക്ക് ഒഴിക്കാം. പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അടിയിൽ പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അപ്പം ഇതെല്ലാം ചേർത്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ആക്കാമുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പം ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ചോക്ലേറ്റ് വേണമെങ്കിൽ മാത്രം ഇതിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഉള്ള കാരണം കൊണ്ട് ഞാൻ ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പം ഇത് മതി. ഇനി ഇതിരുന്ന് ഒന്ന് ചൂടാറണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കണം. നമ്മുടെ പഞ്ചസാരയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് നന്നായി പതിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. നമ്മൾ വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ബീറ്ററൊന്നും ഇല്ലാന്ന് കരുതി നമുക്ക് വിപ്പിംഗ് ക്രീം വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. നമുക്കിതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഈ കോഫി പൗഡർ
ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം. ഇത് 1 ടീസ്പൂൺ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഈ പാത്രത്തിലേക്ക് അതിന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അരിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് വീറ്റ് ബ്രെഡ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ പാലും കോഫി പൗഡറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. അത് ഇതിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മിക്സ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലായിടത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കാം. പാലിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ഇതിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഞാൻ എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ കോഫി പൗഡർ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ. നമുക്ക് നോക്കാം. ഇതാ നല്ല അടിപൊളി ഡിസേർട്ടാണിത്. നല്ല സൂപ്പർ ഡിസേർട്ടാണിത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്